ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വിഷു കഴിഞ്ഞ് 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സുപ്രധാന കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മുതലുള്ള സമയത്തെ പുതിയ ഒരു ജ്യോതിഷ ചക്രത്തിൻ്റെ തുടക്കമായാണ് ജ്യോതിഷ ലോകം കണക്കാക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ വിഷു ദിവസം തുടങ്ങുന്ന സൂര്യൻ്റെ മേടം രാശിയിലുള്ള സംക്രമണവും സ്ഥാനമാറ്റങ്ങളും 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ ദിശയെ തന്നെ മാറ്റിമറിക്കുകയും നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും വരെ ഇത് ബാധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി വിഷു കഴിഞ്ഞുള്ള കൃത്യം 7ാം ദിവസം, അതായത് ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച അഥവാ മേടം 9-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം സൂര്യൻ്റെ ഊർജം കൂടുതൽ സ്ഥിരതയിലേക്ക് എത്തുകയും അതേസമയം തന്നെ ചന്ദ്രൻ്റെ ഗതിയും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനവും ചേർന്ന് ഇനി പറയുവാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്തം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരും. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വിഷു കഴിഞ്ഞുള്ള 7ാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന 8 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇതിൽ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അന്നേ ദിവസം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസം, അതായത് ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം ഫലപ്രകാരം തെളിഞ്ഞു കാണുന്ന 1ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി ഈ ഫലപ്രകാരം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, നിങ്ങളിൽ ചിലർ വളരെയധികം പ്രതിസന്ധികൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട്. അതൊരു പക്ഷേ ജോലി നഷ്ടപ്പെട്ട സാഹചര്യം അനുഭവിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ജോലിയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയാത്ത തരത്തിലുള്ള പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന അവസ്ഥ അനുഭവിക്കുകയോ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കാത്ത തരത്തിലുള്ള കർമ്മമേഖലയിൽ തുടരേണ്ട അവസ്ഥ നേരിടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവിന് ശേഷമുള്ള 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് പൂർണ്ണമായ ഒരു മാറ്റമുണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ശുഭകാര്യം സംഭവിക്കും എന്നതിന് പുറമെ തന്നെ കാർത്തിക നക്ഷത്രക്കാരിലേക്ക് ഒട്ടനവധി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. എന്നാൽ ഒരുപക്ഷെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു ഉള്ളതെങ്കിൽ പോലും അത് നിങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു ധനനേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ചില കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തൊക്കെയോ പുതിയ നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതുപോലെ തന്നെ ചില സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായ ഒരു ലാഭവിഹിതം വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവവും പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഈ വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഒരു കൂട്ടം ആളുകളെ നിയന്ത്രിക്കുവാനും അവരെ നയിച്ചു കൊണ്ടുപോകുവാനുമുള്ള ഉത്തരവാദിത്തം ലഭിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യവും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായി കാണുന്നു. എന്തുതന്നെയായിരുന്നാലും കാർത്തിക നക്ഷത്രക്കാരിൽ സൂര്യൻ്റെ സ്വാധീനം അതിശക്തമാകുന്ന വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസമായ ഏപ്രിൽ 22-ാം തീയതി സംഭവിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയേറെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ തന്നെയായിരിക്കും. ഇനി രണ്ടാമതായി
വിഷു കഴിഞ്ഞുള്ള 7-ാം ദിവസമായ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ പല ദോഷകരമായ കാര്യങ്ങളും നിങ്ങളിൽ ഗുണകരമായി നിൽക്കുന്ന ഗ്രഹസ്വാധീനങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത്. ഏറ്റവും പ്രധാനമായി ഈ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച ചില മകയിരം നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമിടുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അതൊരു പക്ഷേ പ്രണയബന്ധമോ സുഹൃത്ത് ബന്ധമോ എന്തുമാകാം. മാത്രമല്ല, ഇതേവരെ നിങ്ങൾ നേരിൽ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളുമായി എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനും അതുപോലെ പുതിയ ചില വ്യക്തികളെ പരിചയപ്പെടുവാനുമുള്ള യോഗവും പല മകയിരം നക്ഷത്രക്കാരിലും ഈ ഒരു ദിവസം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കലാകായിക രംഗം, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള മേഖലകളിലും നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും മകയിരം നക്ഷത്രക്കാരിൽ വളരെയധികമാണ് കാണുന്നത്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില മകയിരം നക്ഷത്രക്കാർ എന്തൊക്കെയോ തരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല, ഇനി ഈ ഒരു ആരോഗ്യ പ്രതിസന്ധിയിൽ നിന്ന് എന്നാണ് ഒരു മാറ്റം കാണുവാൻ കഴിയുക എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല. എന്നാൽ ഈ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം നിങ്ങളിൽ തെളിയുന്ന ശക്തമായ സൂര്യൻ്റെ സ്വാധീനം കൊണ്ട് ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനുള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ ഒട്ടനവധി സന്തോഷകരമായ കാര്യങ്ങളും ആഗ്രഹ സഫലീകരണവും ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ചയോടെ മകയിരം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. ഇനി അടുത്തതായി ഈ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം ജീവിതം തന്നെ മാറുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന 3-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുകയും അതോടൊപ്പം തന്നെ ഒരു വിധത്തിലും നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില പ്രശ്നങ്ങൾക്ക് നിഷ്പ്രയാസം പരിഹാരം കാണുവാനുമുള്ള യോഗവുമാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അതായത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പൂരം നക്ഷത്രക്കാരുടെ മനസ്സ് പിടയുകയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ചോ, അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രതിസന്ധികളോടും പോരാടി നിങ്ങൾ തളർന്നതുകൊണ്ടോ ആകാം. എന്നാൽ എത്ര വലിയ ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതം വലിയ ഒരു നേട്ടം കൈവരിക്കും എന്ന കാര്യം അച്ചിട്ടാണ്. അതായത് രാജ്യയോഗ തുല്യമായ ചില ധനനേട്ടങ്ങളും ചില ശുഭകാര്യങ്ങളുമാണ് അന്നേ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം നിങ്ങളിൽ വളരെ ഭാഗ്യകരമായ ഗ്രഹസ്വാധീനം ഉണ്ടാകുന്നതിനാൽ തന്നെ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചിരുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇത് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ വളരെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാനും നിങ്ങളുടെ നിലപാട് മടിയില്ലാതെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. ഒപ്പം തന്നെ പൂരം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നൃത്തം, സംഗീതം, സാഹിത്യം എന്നിങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചില അംഗീകാരങ്ങളും ലഭിക്കുവാൻ പോകുന്നതായി കാണുന്നു. ഇനി 4-മതായി വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ
ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം നേരിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ചയോടെ മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു അത്ഭുതം എന്ന പോലെ നടന്നു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഈ ഒരു സമയത്ത് മകം നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ ചില അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും അതിന് തൊട്ടു പുറകെ തന്നെ നിങ്ങൾ വളരെ നാളുകളായി സ്വപ്നം കണ്ടിരുന്ന സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ശുഭസമയവുമായിരിക്കും ഇത്. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകം നക്ഷത്രക്കാർക്ക് പാരമ്പര്യമായി കൈമറിഞ്ഞു വരേണ്ട ചില കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്ന മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ ഒരു വാർത്ത കേൾക്കുവാൻ കഴിയും. മാത്രമല്ല കുടുംബത്തിലുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഫലപ്രദമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മമെന്നതും മറ്റൊരു വസ്തുതയാണ്. അതിനാൽ തന്നെ പല വിധത്തിലുള്ള പുരോഗതിയും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവുകയും വളരെ വേഗത്തിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച നേടുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യും. ഇനി ഈ വിഷു കഴിഞ്ഞുള്ള 7-ാം ദിവസമായ ഏപ്രിൽ 22-ാം തീയതി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില ഫലങ്ങൾ തെളിഞ്ഞു കാണുന്ന 5-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി അത്രയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് ജീവിതം നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന തരത്തിൽ എല്ലാവിധത്തിലും കാര്യതടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു. എന്നാൽ ഈ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ദിവസവും കൂടിയായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് പൂർണ്ണമായി നിലച്ചു പോയിരുന്ന ചില കാര്യങ്ങൾ പോലും പുണർദം നക്ഷത്രക്കാരെ കൊണ്ട് വീണ്ടും പുനരാരംഭിക്കുവാൻ കഴിയുകയും നിങ്ങൾ പോലും ചിന്തിക്കാത്ത അത്ര വേഗത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളിൽ ഭാഗ്യം തെളിയുന്നത്. ഇനി അതുകൂടാതെ പുണർദം നക്ഷത്രക്കാർക്ക് ശാരീരികവും മാനസികവുമായ ഒരു പുതിയ ഉണർവും ഉന്മേഷവും അനുഭവത്തിൽ വരികയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റം അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. മാത്രമല്ല പുണർദം നക്ഷത്രക്കാർ സാമ്പത്തികമായി നേരിട്ടിരുന്ന പല വെല്ലുവിളികളും നിഷ്പ്രയാസം പരിഹരിക്കപ്പെടുവാനും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുവാനും പോകുന്ന സമയവും കൂടിയാണ് ഈ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ചയോടെ തുടങ്ങുന്നത്. ഇനി 6-ാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ സംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുവാൻ പോകുന്നത്. ഇതിൽ തന്നെ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദുരിതങ്ങളെ പറ്റിയാണ്. അതായത് ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ ഘടബാധ്യതയിൽ ഇപ്പോൾ മുങ്ങി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വിഷു കഴിഞ്ഞുള്ള 7-ാമത്തെ ദിവസം നിങ്ങൾ കുറിച്ചു വെച്ചോളുക.
കാരണം അന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ധനനേട്ടം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഭൂമി, വീട് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ പോസിറ്റീവായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാനും പോകുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ഈ വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും. ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുവാനിരിക്കുന്നത് ഒട്ടനവധി സൗഭാഗ്യങ്ങളാണ് എന്ന കാര്യം ഫലപ്രകാരം വ്യക്തമാണ്. ഇനി കൃത്യം വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസമായ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അവിശ്വസനീയമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന 7ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായ ഏറ്റവും പുതിയ തരത്തിലുള്ള ചില ആശയങ്ങൾക്കും പദ്ധതികൾക്കും നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന തരത്തിലുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ചില പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുടെയൊക്കെ ഭാഗമാകുവാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചതയം നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ഭാഗ്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളവയാണ്. ഇനി ഇതൊന്നുമല്ലാതെ വളരെ സാധാരണ രീതിയിലുള്ള കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് പോലും നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അതുമാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുവാനും ആരോഗ്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല പുതിയ ചില ശീലങ്ങൾക്ക് തുടക്കമിടുവാനും ചതയം നക്ഷത്രക്കാരെ കൊണ്ട് കഴിയുന്ന സമയവും കൂടിയാണ് ഇത്. മാത്രമല്ല, ഈ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ചയോടെ നിങ്ങളിലേക്ക് വരുന്ന ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ വരെ ഉയർച്ചയിലേക്ക് എത്തിക്കും. ഇനി ഈ വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസമായ ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച സൂര്യൻ്റെ മേടം രാശിയിലുള്ള സംക്രമണം വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പോകുന്ന 8ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സമയമെന്ന് വേണം ഈ ഒരു സമയത്തെ വിശേഷിപ്പിക്കുവാൻ. കാരണം ഇന്നേ വരെ നിങ്ങൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പല പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസം പിറക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവ് ഉണ്ടാവുകയും അതേസമയം തന്നെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള പൂർണ്ണബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണോ അതിൻ്റേതായ വഴിയിലേക്ക് ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളെ നയിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മനസ്സിനെ ഏറ്റവും പോസിറ്റീവായി കൊണ്ടുപോകുവാനും നല്ല കാര്യങ്ങളെ ആഗ്രഹിക്കുവാനും പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇനി ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു തൊഴിലവസരം ലഭിക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതോ ആകാം. എന്തുതന്നെയായിരുന്നാലും ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു ഉയർച്ച കാണുവാൻ കഴിയുകയും പല സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഇത്. അപ്പോൾ സൂര്യൻ്റെ മേടം രാശിയിലുള്ള സംക്രമണം ഏറ്റവും ശക്തമാകുന്ന വിഷു കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസമായ
ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്ന് വേണ്ട നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഏറ്റവും ശുഭകരമായ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.